മോദി ഇപ്പോഴും വലിയ നേതാവാണ് എന്ന് കാണിക്കാനുള്ള ആ ഒരു ക്യാമ്പയിൻ, ആ സർവേയിൽ അവർ പറയുന്നു മോഡി കൊള്ളാം, 62% നിന്ന് 58% പ്രതികരണങ്ങൾ, ഗുഡ് പ്രതികരണങ്ങൾ താന്നെങ്കിലും മോഡി കൊള്ളാം, സർക്കാരിൻ്റെ ജനപ്രീതി 10% കുറഞ്ഞു എന്നേ ഉള്ളൂ. പ്രധാനമന്ത്രി രാഷ്ട്രത്തിൻ്റെ നായകനാണല്ലോ. രാഷ്ട്രത്തിൻ്റെ നായകൻ്റെ ജനപ്രീതി 4% 5 മാസം കൊണ്ട് കുറഞ്ഞു, അല്ല 6 മാസം കൊണ്ട് കുറഞ്ഞു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. 11ാം വർഷവും തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ജനപ്രീതി കുറയുന്നില്ല. അദ്ദേഹം രാജ്യത്തെ ഏറ്റവും പോപ്പുലർ ആയ നേതാവാണ് എന്ന് കാണിക്കാനാണോ ചില സർവേകൾ വളഞ്ഞ വഴിക്ക് ശ്രമിക്കുന്നത് എന്ന് ജനാധിപത്യവാദികൾ ചിന്തിച്ചു പോയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നിപ്പോൾ മൂഡ് ഓഫ് ദി നേഷൻ എന്ന പേരിൽ ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പുറത്തു വന്ന വാർത്തകൾ എല്ലാ മാധ്യമങ്ങളിലുമുണ്ട്. ആ സർവേ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, അതിൻ്റെ സെൻറ്റൻസ് തുടങ്ങുന്ന ആദ്യം വരി തുടങ്ങുന്നത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഇടിവുണ്ടായിട്ടില്ല, അതേസമയം അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ NDA സർക്കാരിൻ്റെ ജനപ്രീതിയിൽ 10% കുറവ് കാണിക്കുന്നു എന്നാണ്. ഇത് കേൾക്കുന്ന ആളുകൾ പ്രഥമ ദൃഷ്ട്യാ വിലയിരുത്തുന്ന ഒരു കാര്യം എന്തായിരിക്കും? നരേന്ദ്രമോദിയാണ് ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ നേതാവ് എന്നല്ലേ? അതങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണോ ഇത്തരം സർവേകളിലെ വളഞ്ഞ വഴിക്കുള്ള ഈ മൂക്കിൽ പിടിക്കൽ ഇതിനു വേണ്ടിയാണോ എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർ ചിന്തിച്ചു പോകുന്നതാണ്. സർവേകളുടെ ലക്ഷ്യം എന്തുമാകട്ടെ, അവരുടെ സർവേയുടെ ആധികാരികത എന്തുമാകട്ടെ, ആളുകൾ ചിന്തിക്കാനിടയുള്ള ഒരു സിംഗിൾ പോയിൻ്റായി ഇത് മാറുന്നില്ലേ എന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനമായിട്ട് പറയാനുള്ളത്, ഈ സർവേ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിപ്പോൾ ഈ മാസം ഓഗസ്റ്റിലെ മൂഡ് ഓഫ് ദി നേഷൻ 2025 സർവേ ആണ്. ഈ വർഷം തന്നെ ഫെബ്രുവരിയിലെ സർവേയിൽ, ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനപ്രീതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഗുഡ്, നല്ലത് എന്നാണ് 62% ആളുകൾ പ്രതികരിച്ചു. ഇപ്പോഴത്തെ ഓഗസ്റ്റ് സർവേയിൽ അത് 58% കുറഞ്ഞു. അതായത് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 5 മാസം കൊണ്ട്, ഫെബ്രുവരി കൂടെ കൂട്ടിയാൽ 6 മാസം കൊണ്ട് 4% കുറഞ്ഞിരിക്കുന്നു. ഒരു പ്രധാനമന്ത്രിയുടെ, രാജ്യത്തെ നയിക്കുന്ന നായകൻ്റെ, രാഷ്ട്രീയമായി നമുക്ക് എന്തൊക്കെ വിയോജിപ്പുകളുണ്ടെങ്കിലും പ്രധാനമന്ത്രി രാഷ്ട്രത്തിൻ്റെ നായകനാണല്ലോ. രാഷ്ട്രത്തിൻ്റെ നായകൻ്റെ ജനപ്രീതി 4% 5 മാസം കൊണ്ട് കുറഞ്ഞു, അല്ല 6 മാസം കൊണ്ട് കുറഞ്ഞു എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അത് താഴേക്ക് പറഞ്ഞിട്ടാണ് തുടക്കത്തിൽ പറയുന്നത് പ്രധാനമന്ത്രിയുടെ, മോദിയുടെ ജനപ്രീതി അങ്ങനെ തന്നെ നിൽക്കുന്നു എന്നത്. അപ്പോൾ ടാർഗറ്റ് എന്താണ്, ഉന്നം എന്താണ്, അജണ്ട എന്താണ് പ്രധാനം? അതിന് രാഷ്ട്രീയമുണ്ട്. എന്താണ് രാഷ്ട്രീയം? ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ മാസം ആദ്യം പുറത്തു കൊണ്ടുവന്ന ഞെട്ടിക്കുന്ന എല്ലാ തെളിവുകളോടെയുള്ള വിവരങ്ങൾ രാജ്യത്ത് സമീപകാലത്തു നിന്നും ഉണ്ടാകാത്ത രീതിയിലുള്ള വലിയ കൊള്ളക്കമാണ് സൃഷ്ടിച്ചത്. വോട്ടുകൊള്ള എന്ന് പേരിട്ട ആ വിവാദം വെറും വിവാദത്തിനപ്പുറം, വെറും രാഷ്ട്രീയത്തിനപ്പുറം വസ്തുതകളുടെ കാമ്പും കഴമ്പും കൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ആകെ, ജനാധിപത്യവാദികളായ ജനങ്ങളെ ആകെ അമ്പരപ്പിക്കുകയും രോഷം കൊള്ളിക്കുകയും ചെയ്ത, ഉത്കണ്ഠപ്പെടുത്തുക കൂടി ചെയ്ത കാര്യമാണ്. എന്താവും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്ന ഉത്കണ്ഠ. ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനോട് പ്രതികരിച്ച രീതി പോലും സാധാരണക്കാരെ വരെ അലോസരപ്പെടുത്തി. എന്താണ്? കൃത്യമായി അതിന് മറുപടി പറഞ്ഞില്ല. ഹൂ കെയേഴ്സ് എന്ന് ഇവിടെ ഒരു കോൺഗ്രസ് നേതാവ് ഒരു സ്ത്രീപീഡന കേസിനോട് പറഞ്ഞ മട്ടിലാണ് ഇലക്ഷൻ കമ്മീഷൻ പ്രതികരിച്ചത്. അമ്മമാരുടെയും പെൺമക്കളുടെയും വോട്ട് ചെയ്യുന്ന അമ്മമാരും പെൺമക്കളും വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ ജനങ്ങളെ കാണിക്കണോ, അത് പബ്ലിക് ഡോക്യുമെൻ്റ് ആക്കണോ എന്ന മട്ടിലുള്ള സില്ലിയായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഫാക്ച്വൽ ആയിട്ടുള്ള റിപ്ലൈ ഒന്നും ഇലക്ഷൻ കമ്മീഷൻ പോലും നൽകിയില്ല. ആ വിഷയം കത്തി നിൽക്കുമ്പോൾ അതിൽ നിന്ന് രാജ്യത്തിൻ്റെ മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് പുതിയൊരു ബിൽ, നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നത് എന്ന ചർച്ച ഉയർന്നു. എന്താണത്? 30 ദിവസം വരെ
ഏതെങ്കിലും കേസിൽപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന, റിമാൻഡിലായാലും ശിക്ഷിക്കപ്പെടുന്നതായാലും ജയിലിൽ കഴിയേണ്ടി വരുന്ന ജനപ്രതിനിധികളുടെ അംഗീകാരം എടുത്തു കളയാം എന്നുള്ള ഭേദഗതി. ജനപ്രാതിനിധ്യ നിയമത്തിൽ വലിയ മാറ്റത്തിന് ജനപ്രാതിനിധ്യ നിയമത്തെ വലിയ മാറ്റത്തിന് വിധേയമാക്കുന്ന ഭേദഗതി അത് ചർച്ചയിൽ വന്നതോടുകൂടി പാർലമെൻറ്റ് കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ ഇളകി മറിഞ്ഞു. സ്വാഭാവികമായും അതിന് തൊട്ടു മുമ്പത്തെ വോട്ടുകൊള്ള എന്ന ചർച്ച പുറകിലേക്ക് പോയി. നേതാക്കളെ തടവിലിടൽ ബിൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഭേദഗതി ബിൽ JPCക്ക് വിട്ടിരിക്കുകയാണ്, ജോയിൻറ്റ് പാർലമെൻറ്റ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. അതിന് ഏത് കാലത്ത് പരിശോധിച്ച് തിരിച്ചു വരും എന്നറിയില്ല. സംഭവിച്ചത് എന്താണ്? മെറിറ്റിൽ ഉണ്ടായത് എന്താണ്? വോട്ടുകളുടെ വിവാദം വാർത്തയിൽ നിന്നും ചർച്ചകളിൽ നിന്നും പുറകോട്ട് പോയി. അങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ സംശയത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ആധിയുടെയും ഒക്കെ നിഴൽ വീണ് കിടക്കുമ്പോഴാണ് പുതിയൊരു മൂഡ് ഓഫ് ദി നേഷൻ പെട്ടെന്ന് പൊട്ടി വീഴുന്നത്. ആ സർവേയിൽ അവർ പറയുന്നു മോഡി കൊള്ളാം, 68% നിന്ന് 58% പ്രതികരണങ്ങൾ, ഗുഡ് പ്രതികരണങ്ങൾ താന്നെങ്കിലും മോഡി കൊള്ളാം, സർക്കാരിൻ്റെ ജനപ്രീതി 10% കുറഞ്ഞു എന്നേ ഉള്ളൂ. ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. എത്രയോ വകുപ്പുകൾ, ആ വകുപ്പുകളുടെ കീഴിലുള്ള നിരവധി ഏജൻസികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒക്കെ, ഭരണഘടനാ സ്ഥാപനങ്ങളൊക്കെ ഉൾപ്പെടുന്ന വലിയൊരു സംവിധാനമാണ് ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ചെറിയൊരു സംവിധാനമല്ല, വലിയ സംവിധാനമാണ്. അതിൻ്റെ ജനപ്രീതി 10% കുറയുമെന്ന് പറയുമ്പോൾ അത് ആരെയൊക്കെ ബാധിക്കുന്നതാണ്? കേന്ദ്രമന്ത്രിമാർ, കേന്ദ്ര സഹമന്ത്രിമാർ, ബ്യൂറോക്രാറ്റുകൾ ഒക്കെയല്ലേ? എത്രത്തോളം വലിയ രീതിയിൽ, എത്രത്തോളം വൈഡായിട്ടാണ്, എത്രത്തോളം വലിയ വ്യാപ്തിയിലാണ് അതിൻ്റെ പ്രത്യാഘാതം, ഫലപ്രാപ്തി വീതം വെച്ച് പോകുന്നത്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ജനപ്രീതി കുറഞ്ഞു എന്നതിലേക്ക് നമ്മൾ വിരൽ കൃത്യമായി ചൂണ്ടിയാൽ അത് ഒരാൾ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ്. പക്ഷേ മോദി ഇപ്പോഴും വലിയ നേതാവാണ് എന്ന് കാണിക്കാനുള്ള ആ ഒരു ക്യാമ്പയിൻ അരക്കിട്ടുറപ്പിക്കാനുള്ള ഒരു വിദ്യയായി ഈ സർവേ മാറുന്നോ ഇല്ലയോ എന്ന പുതിയ ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ സജീവമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം എന്തായാലും പുതിയ ചർച്ചകൾ ഉണ്ടാവട്ടെ, പുതിയ ജനാധിപത്യപരമായ ഇടപെടലുകൾ ഉണ്ടാവട്ടെ. നമ്മുടെ രാജ്യത്തെ നയിക്കുന്ന ഗവൺമെൻറ്റിനോട് ആരെങ്കിലുമൊക്കെ അപ്രീതി കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന വസ്തുതകൾ ചർച്ചയിൽ വരട്ടെ. ജനാധിപത്യം കൂടുതൽ അങ്ങനെ ശക്തിപ്പെടുക തന്നെ ചെയ്യട്ടെ. നന്ദി, നമസ്കാരം.